അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. കഴിഞ്ഞ വർഷത്തെ പ്ലാൻഡ് അല്ലാത്ത ട്രിപ്പ് ഒന്നുമല്ല കേട്ടോ, ഈ പ്രാവശ്യം പക്ക പ്ലാൻഡ് ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ. നമുക്ക് ഫോറസ്റ്റ് വഴിയെ പോകാനുള്ളത്. സോ സൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ ടൈമിൽ ഇറങ്ങണം. നമ്മൾ കൂടുന്ന രണ്ടാളുകൂടി ഉണ്ട് കേട്ടോ. ഇവര് എൻ്റെ കൂടെ അധികം ട്രിപ്സിനൊക്കെ ഉണ്ടാകുന്ന ടീംസാണ്. അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ്. സോ ഇവർ രണ്ടാളും ഉണ്ട്. സോ നമ്മൾ വെള്ളം ഇറങ്ങിയിട്ടോ. നമ്മൾ പോണ റൂട്ട് ആസ് യൂഷ്വൽ നമ്മൾ മെഡിക്കൽ കോളേജ്, കുന്നമംഗലം, കൊടുവള്ളി, താമരശ്ശേരി വഴി വയനാട് കയറാനാണ് പ്ലാൻ. സോ പോണ വഴിക്ക് നമ്മൾ ടാങ്കൊക്കെ ഫില്ല് ചെയ്തു കേട്ടോ. നമ്മൾ പോവുകയാണ്. നല്ല രസമല്ലേ ആകാശം കാണാൻ വേണ്ടിയിട്ട്. രാവിലെ ആവുന്നേ ഉള്ളൂ കേട്ടോ. എന്തൊരു തണുപ്പാണെന്നറിയോ. സോ നമ്മൾ മെല്ലെ പോയി ചുരം കയറാൻ തുടങ്ങുകയാണ് കേട്ടോ. പോണ വഴിക്കുള്ള ദേശീയൻസ് ഒന്നും ഞാൻ അധികം കവർ ചെയ്തിട്ടില്ല. സോ ഈ കാണുന്ന വഴിയാണ്, റൈറ്റിലേക്ക് കാണുന്നതാണ് തുഷാരഗിരി പോണ വഴി കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ചുരത്തിൻ്റെ മുകളിൽ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. കോടമഞ്ഞ് കാരണം നമുക്ക് അധികം ക്ലിയർ ആയിട്ട് താഴേക്കൊന്നും കാണാൻ വയ്യ. നമ്മൾ 9th ചുരത്തിൻ്റെ മുകളിൽ എത്തി. കുറച്ച് നേരം അവിടെ നിർത്തി താഴേക്കൊക്കെ നോക്കിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ നമ്മൾ വയനാട് കയറി. നല്ല തണുപ്പാണ്. ചുരം കയറി കഴിഞ്ഞതിനെക്കാട്ട് തണുപ്പാട്ട്. കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ തണുപ്പാണേ. സോ നമ്മളിങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല മോർണിംഗ്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം നോക്കി കയറിയിട്ടോ. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾ കാലിക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ഫുഡൊക്കെ വളരെ മോശമാണ്. പക്ഷെ എനിക്ക് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. സോ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഇതാ മുത്തങ്ങ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ടിലുള്ള ഗോപാലസ്വാമി ബേട്ട ഹിൽസ് ടെമ്പിളിലേക്കാണ്. അവിടെ പോകണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. സോ നമുക്ക് പോകാൻ പറ്റാറേ ഇല്ല. സോ ഇന്ന് വെച്ച് പോവാം. ഈ പ്രാവശ്യം കയറിയപ്പോഴും ആസ് യൂഷ്വൽ കാട്ടുന്ന എനിക്ക് ആകെ ഈ മയിലുകളും പിന്നെ ഈ കുറച്ച് മാനുകളും മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ അതെനിക്ക് ഭയങ്കര സങ്കടം. നോർമലി എനിക്ക് നല്ല ആനകളെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഈ പ്രാവശ്യം എന്താ അറിയില്ല, ആനിമൽ സൈറ്റിങ്സ് വളരെ കുറവാണ്. നമ്മൾ മോർണിംഗ് കയറിയിട്ട് വരെ നമുക്ക് കാണാൻ പറ്റിയില്ല. അതെനിക്കെന്തോ ഭയങ്കര സങ്കടമായിട്ട് തോന്നി കേട്ടോ. കാരണം നമ്മളൊരു വീഡിയോ എടുക്കാനുള്ള രീതിയിൽ പോയപ്പോൾ ഒന്നിനും കാണുന്നില്ല. പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഈ രാവിലെയുള്ള യാത്ര അടിപൊളി തന്നെ കേട്ടോ. എന്തോ ഒരു വല്ലാത്തൊരു വൈബാട്ടോ. എനിക്ക് എത്ര പ്രാവശ്യം ഇതിൽ ട്രാവൽ ചെയ്താലും എനിക്ക് മടുപ്പ് തോന്നാറേ ഇല്ല. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ നമ്മൾ കാടിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ പോവാണേ. അധികം വാഹനങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ മുത്തങ്ങ കഴിഞ്ഞു, ബന്ദിപ്പൂരും കഴിഞ്ഞ് ഇതാ ഗുണ്ടൽപേട്ടിലേക്ക് കയറാണേ. ഈ ഗുണ്ടൽപേട്ട് ഹൈവേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് വണ്ടി നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയിട്ട് അത്രയും നല്ല റോഡാണ്. ഇത് നോക്കിക്കാൻ നമ്മളെ നാട്ടിലേക്കുള്ള എല്ലാ കൃഷികളും ഇവിടെ നിന്നാട്ടോ ചെയ്യുന്നത്. സോ നമ്മൾ മെയിൻ റോഡിന് കയറാതെ ഗൂഗിൾ മാപ്പ് ഇട്ടൊക്കെ സൈഡിൽ കൂടെ നല്ലൊരു ഷോർട്ട് കട്ട് കിട്ടിയപ്പോൾ അതിലേക്ക് കയറിയിട്ടോ. പക്ക ഗ്രാമം നോക്കിക്കേ. കൃഷിയും കന്നുകാലി വളർത്തലൊക്കെ ആയിട്ട് ഈ വീടുകളൊക്കെ നോക്കിക്കേ. എന്തൊരു ഡിഫറെൻ്റ് അല്ലേ. സോ പക്ക ഒരു ഗ്രാമപ്രദേശമാണ് ഇത്. നല്ല രസമുണ്ടായത് ഇതിൽ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകണതൊക്കെ. സോ നമ്മളിങ്ങനെ വല്ല പോവാണ് കേട്ടോ. റോഡൊക്കെ കുഴപ്പമില്ല കേട്ടോ. വീതി കുറഞ്ഞ ചെറിയ റോഡുകളാണ്. ഈ വീടൊക്കെ നോക്കിക്കേ. അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ. സോ നമ്മൾ അങ്ങോട്ടേക്കുള്ള ഒരു ചെറിയ കട്ട് റോഡിന് മെല്ലെ കയറാണ്. ഇനി അങ്ങോട്ടേക്ക് റോഡ് വലിയ സ്മൂത്തായിട്ട് തോന്നിയില്ല കേട്ടോ. എല്ലാം ചെറിയ ഇടവഴികൾ പോലത്തെ റോഡ്. ഈ സ്ഥലം കണ്ടോ എന്തൊരു ഭംഗിയെ കാണാൻ വേണ്ടി. നമ്മൾ ഇവിടെയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഫുള്ള് പേരാളികളാണേ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴാണ് ഈ ചെമ്മരിയാടിൻ്റെ കൂട്ടൊക്കെ കണ്ടത്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കാണാൻ പറ്റാത്ത കാഴ്ചകളാണ്. സോ നമ്മളിവിടെ എത്തിയിട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടേക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് കയറ്റില്ല. ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ പെടുന്ന പ്ലേസ് ആണേ. സോ ഇവർക്ക് ഇവിടെ KSRTC ഉണ്ട് സർവീസ്. അതിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ നിൽക്കുന്നതൊക്കെ അങ്ങോട്ടേക്ക് പോകാനുള്ള ആളുകളാണ്. ഇവിടുന്ന് കണ്ടൊരു കുഞ്ഞാപ്പി കേട്ടോ. ഇതൊരു കന്നഡക്കാരുടെ കുട്ടിയാണ്. നമ്മളോട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്തു. സോ നമ്മൾ ലൈനൊക്കെ നിന്നു. നല്ല വെയിലാണ്. ആകെ ചൂടും വെയിലും സഹിക്കാൻ വയ്യ. നമ്മൾ ഒരു മലയാളിനെ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ തമിഴ്നാട്ടുകാരും കന്നഡക്കാരുമാണ്. സോ നമ്മൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ലൈന് നിൽക്കുകയാണ് കേട്ടോ. സ്ഥലം കണ്ടില്ലേ.
അങ്ങനെ ലൈൻ നിന്നും നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 70 റുപ്പീസാണ് വരുന്നത് കേട്ടോ. പോവാനും തിരിച്ച് റിട്ടേണിനും കൂടി വേണ്ടിയിട്ടുള്ള ചാർജാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മളത് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ബസ് ഫുള്ളായിട്ട് ഫില്ലായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അടുത്ത ബസ് വരിക. സോ നമ്മൾ ബസ്സിന് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ ഈ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുന്നിന്റെ മുകളിലാണ്. ഈ കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്, റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. സോ നമ്മളിങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. ഒരു 20 മിനിറ്റ്സിന്റെ ഡ്രൈവ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പോണ വഴിക്ക് ഈ വെയിലെല്ലാം കൊണ്ട് ബസ്സിലിരുന്നു ഒരു 20 മിനിറ്റ് അങ്ങോട്ട് ഉറങ്ങിപ്പോയി തന്നെ പറയാം കേട്ടോ. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു പോണ ഈ വഴികളൊക്കെ കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നല്ല വെയിലാണ് കേട്ടോ, ഒന്നും പറയില്ല. അമ്പലത്തിന്റെ ചുറ്റായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിന്റെ ഈ ഭാഗത്ത് കരടി, കടുവ, ആന എല്ലാം തന്നെ വരും. സോ ഫുള്ളി ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ അമ്പലം കാണാൻ വേണ്ടി. നോക്കിയേ, ഈ അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീൽസിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് തെറ്റായിപ്പോയി. കാരണം ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വരണം. എല്ലാ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അമ്പലത്തിന്റെ സൈഡിലായിട്ട് നമുക്കൊരു വലിയ തേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ സ്ഥലം കണ്ടോ, ഈ കാണുന്ന ഏരിയ ഫുള്ളായിട്ട് ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന പ്ലേസസ് ആണ്. അവിടെ ദൂരെയായിട്ട് 2 ആനകളുണ്ട് കേട്ടോ. നമുക്ക് ക്യാമറയിൽ അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ വയ്യ. ഒരു കുളം പോലത്തെ സ്ഥലമൊക്കെ നോക്കി, അതൊക്കെ ആന വെള്ളം കുടിക്കാൻ വരുന്ന പ്ലേസസ് ആണ്. ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അമ്പലത്തിന്റെ ചുറ്റും നല്ല ചൂടാണെങ്കിലും ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ളി കല്ലുകൊണ്ട് ഉണ്ടാക്കിയ അമ്പലം ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. സോ നമ്മൾ അമ്പലം കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് റിട്ടേൺ പോവാണ്. നമുക്ക് ബസ് ഉണ്ടായിരുന്നു, ആ ബസ്സിൽ തന്നെ കയറി തിരിച്ചു വന്നപ്പോൾ ഇവിടെ കണ്ടതാണ് ഈ ഗോലി സോഡ. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. സോ നമ്മൾ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിയതാട്ടോ. വലിയ രസമൊന്നും ഇല്ലെങ്കിലും ചുമ്മാ വാങ്ങിയായിരുന്നു. സോ തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ നമുക്ക് കുറച്ച് കുരങ്ങന്മാരെയും മാനിയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ. മെയിനായിട്ട് ആനകളെയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അതെനിക്ക് എന്തോ പോലെ അത് സങ്കടം തോന്നുന്നു. സോ നമ്മൾ തിരിച്ചിറങ്ങി. നമ്മൾ കൽപ്പറ്റയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഈ ഫുഡും അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. സോ നമ്മളെല്ലാവരും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു 3 മണി 3:30 ആയിട്ടുണ്ട് തിരിച്ച് കൽപ്പറ്റയിൽ എത്തുമ്പോൾ. സോ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് വയനാട്ട് ഹണി മ്യൂസിയത്തിലേക്കാണ്. ഇത് വരുന്നത് വൈത്തിരി സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഈ പ്ലേസ് വരുന്നത്. സോ ഇവിടെ കയറി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഏകദേശം 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. സൺസെറ്റ് ഇങ്ങനെ ആവാറായിട്ടുണ്ട്. സോ നമ്മൾ വയനാടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. നല്ല കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. നമുക്ക് താഴേക്കുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല തണുപ്പാണ് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും. പക്ഷെ എന്തോ ഒരു രസം കേട്ടോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ മഞ്ഞും ഇതൊക്കെ എൻജോയ് ചെയ്ത് മെല്ലെ ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. എത്ര പ്രാവശ്യം വന്നാലും മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ് വയനാട് കേട്ടോ. അങ്ങനെ വയനാടിൻ്റെ താരെ ചുരം ഇറങ്ങി നമ്മൾ നല്ല ഡ്രൈവ് ചെയ്ത് പോവാണ്. അത്യാവശ്യം റഷ് ആയിട്ടോ, ഈവനിങ് ആയതുകൊണ്ട്. സോ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.